ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ആഗസ്റ്റ് 2 വേഴ്സല്ലിയിലെ വിശുദ്ധ എബുസേബിയൂസിന്റെ തിരുനാൾ. സർദീനിയ ദ്വീപിൽ ഒരു കുലീന കുടുംബത്തിൽ എബുസേബിയൂസ് ജനിച്ചു. പിതാവ് ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി കാരാഗ്രഹത്തിൽ കിടന്നാണ് മരിച്ചത്. എബുസേബിയൂസ് ഭക്തിയിൽ വളർന്നു. വിശുദ്ധ സിൽവസ്റ്ററിന്റെ കരങ്ങളിൽ നിന്ന് പട്ടം സ്വീകരിച്ചു. 340 പിത്മോണ്ടിൽ വേഴ്സല്ലിയിലെ മെത്രാനായി. അദ്ദേഹം ഇടവക വൈദികർക്ക് ആശ്രമവാസികളുടെ നിയമമാണ് കൊടുത്തത്. തൽഫലമായി അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന ഇടവക വൈദികർ പല സ്ഥലങ്ങളിലും മെത്രാന്മാരായി. 354 മിലാനിൽ ചേർന്ന സൂനകദോസിൽ അത്തനേഷ്യസിനെ ശപിക്കാൻ ചക്രവർത്തി സൂനകദോസിനോട് ആവശ്യപ്പെട്ടു. ഇത് അങ്ങയുടെ അഭിപ്രായ പ്രകാരം നിശ്ചയിക്കേണ്ട ഒരു ലൗകിക സംഗതിയല്ല എന്ന് മെത്രാന്മാർ മറുപടി നൽകി. നിങ്ങൾ അനുസരിക്കുക, അല്ലെങ്കിൽ ബഹിഷ്കരിക്കപ്പെടും എന്ന് ചക്രവർത്തി പ്രഖ്യാപിച്ചു. അങ്ങനെ അവിടെയിരുന്ന മെത്രാന്മാരെല്ലാം നാടുകടത്തപ്പെട്ടു. എബുസേബിയൂസ് ആദ്യം പാലസ്തീനായിലേക്കും അവിടെ നിന്ന് കപ്പദോച്യായിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും നാടുകടത്തപ്പെട്ടു. അവിടെയെല്ലാം ബിഷപ്പ് എബുസേബിയൂസ് വളരെയേറെ സഹിക്കേണ്ടി വന്നു. 361 കോൺസ്റ്റാന്റിൻ മരിച്ചു. ജൂലിയൻ ചക്രവർത്തി മതത്യാഗി ആയിരുന്നെങ്കിലും എല്ലാ മെത്രാന്മാർക്കും സ്വന്തം രൂപതകളിലേക്ക് മടങ്ങാൻ അനുവാദം കിട്ടിയതോടെ വേഴ്സല്ലി രൂപതയിലേക്ക് എബുസേബിയൂസ് മടങ്ങി. 371 മരിച്ചുവെന്ന് വിശുദ്ധ ജെറോം സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ എബുസേബിയൂസെ, തിരുസഭയുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.